ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് ചുറ്റും വിവിധ തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇതിനെ പല രീതിയിൽ ആളുകൾ ക്ലാസിഫൈ ചെയ്തു, അല്ലേ? അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഒരു വ്യക്തിയുടെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത്. ആ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ തന്നെ. വേരിയസ് ഓർഗാനിസംസ് അതിൻ്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട്, ഡിസിമിലാരിറ്റീസ് വെച്ചിട്ട്, ഫൈലോജനറ്റിക് ഡിസൈൻറ്റ് വെച്ചിട്ടൊക്കെ ക്ലാസിഫിക്കേഷൻസ് നടക്കും. അപ്പോൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓർഗാനിസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അപ്പം നമുക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ അടുത്ത് തരികയാണ്. ഇതിനെ ഒന്ന് പല ഗ്രൂപ്പുകളാക്കി മാറ്റൂ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സാധനങ്ങൾ അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യും, അല്ലേ? ചിലപ്പോൾ നമ്മൾ ജീവൻ ഉള്ളവ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തവ എന്നായിരിക്കാം നമ്മളുടെ ഗ്രൂപ്പ് വരുന്നത്. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് തരുന്ന നമ്പേഴ്സ് ആണെങ്കിലോ -2, -3, 1, 2, 3, ഇനി 36, 49, 64 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ഇത് നമ്മൾ നെഗറ്റീവ് സംഖ്യകളിൽ നിന്ന് ക്ലാസിഫൈ ചെയ്യും. ഇത് നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളിൽ നിന്ന് ക്ലാസിഫൈ ചെയ്യും. ഇത് നമ്മുടെ സ്ക്വയർ നമ്പേഴ്സ് വർഗ്ഗസംഖ്യകളായി ക്ലാസിഫൈ ചെയ്യും. ഇപ്പം നമ്പേഴ്സ് കിട്ടി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അറിയാം. ഇനി നമുക്ക് ജീവനുള്ളവ ജീവൻ ഇല്ലാത്തവ എന്ന് ക്ലാസിഫൈ ചെയ്യും. പിന്നെ കളർ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യും, അല്ലെ? കുറേ റെഡ് കളർ ഒബ്ജക്റ്റ്, യെല്ലോ കളർ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഗ്രീൻ കളർ ഒബ്ജക്ട്സ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ ക്ലാസിഫിക്കേഷൻ പോകും. പ്ലാന്റ്സ്, ആനിമൽസ് അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അറിയാം. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ്, ബയോളജിക്കൽ പ്രോപ്പർട്ടി അത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ അറിയാം. ഇപ്പോൾ നമുക്ക് തരുന്ന സാധനം കുറച്ച് തടി അല്ലെങ്കിൽ കുറച്ച് സോഡിയം, ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ മാറും, അല്ലേ? നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം എന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് കുറച്ച് കുട്ടികളെയാണ് തരുന്നത്. ഒരു 50 കുട്ടികളെ നമ്മുടെ തന്നു എന്നിട്ട് പറയുന്നു നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്യും. അപ്പം നമ്മൾ ചിലപ്പോൾ നീളം കുറഞ്ഞവർ, നീളം കൂടിയവർ ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ വണ്ണം കൂടിയവർ, വണ്ണം കുറഞ്ഞവർ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ബേസ്ഡ് ക്ലാസിഫൈ ചെയ്യും. ആ കുട്ടികളോട് ചോദിക്കും നിങ്ങൾ LP സെക്ഷൻ ആരാണ്, UP സെക്ഷൻ ആരാണ്, ഹൈസ്കൂൾ സെക്ഷൻ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തും എന്ത് ചെയ്തു, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായി. ഈ കാണുന്ന ഈ ജീവജാലങ്ങളെ മുഴുവനും പല രീതിയിൽ ആളുകൾ ക്ലാസിഫൈ ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാവരും അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മളുടെ ഡിസ്കഷൻ. അതിലൊന്നാണ് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ. അരിസ്റ്റോട്ടൽ ക്ലാസിഫൈ ചെയ്തത് ഈ കാണുന്ന ഒരു നമ്മുടെ ഈ വേൾഡ്, ഈ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളത്, കണ്ടിട്ടില്ലാത്ത ഒക്കെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, അല്ലെ? അപ്പോ പ്ലാന്റ്സ്, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ഇങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അരിസ്റ്റോട്ടൽ ക്ലാസിഫൈ ചെയ്തത് പ്ലാന്റ്സ് എന്ന്. പ്ലാന്റ്സിനെ എങ്ങനെയാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്? ഈ കാണുന്ന മരങ്ങളെല്ലാം എടുത്തിട്ട് ഇദ്ദേഹം ചിലതിനെ ട്രീസ് എന്ന് വിളിച്ചു. നമുക്കറിയാം മരങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വലുതായിരിക്കണം, അല്ലെ? കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ ഇങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ മരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഭയങ്കര വലിയ സ്റ്റെമ്മ്, നല്ല കട്ടിയുള്ള സ്റ്റെമ്മ്, നല്ല ഉറച്ച വേരുകൾ, വർഷങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന സാധനങ്ങളാണ് ട്രീസ്. ഇനി ഹെർബ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ ഹെർബ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റെമ്മ് കട്ടി കുറഞ്ഞതായിരിക്കും. തുളസി, മിന്റ് തുടങ്ങിയവയാണ്. ഷ്രബ്സ് എന്ന് വെച്ചാലോ അത് കുറ്റിച്ചെടികളാണ്. ഹെർബ്സ് എന്ന് ഇപ്പൊ ഈ ഷ്രബ്സിനെന്ന് വെച്ചാൽ സ്റ്റെമ്മ് കുറച്ച് കട്ടിയുള്ളതാണ്, എന്നാൽ വലിയ അങ്ങ് മരമായി മാറുന്നുമില്ല, കുറ്റിച്ചെടികളാണ്, അല്ലെ? അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹിബിസ്കസ്, ചെമ്പരത്തി, അതുപോലെ ജാസ്മിൻ, മുല്ല. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കങ്ങനെ കുറേ കുറ്റിച്ചെടികൾ നമ്മൾ ഈ വീട്ടിലൊക്കെ വളർത്തുന്ന ഒത്തിരി കുറ്റിച്ചെടികൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, അല്ലെ? പ്ലാന്റ്സ് ഇദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഇനി ഇദ്ദേഹം അനിമൽസിനെ എടുത്ത് ക്ലാസിഫൈ ചെയ്തത് 2 ഗ്രൂപ്പായിട്ടാണ്. അതില് പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് റെഡ് ബ്ലഡ്,
റെഡ് ബ്ലഡ് ഉള്ളത് ഒരു വിഭാഗം, റെഡ് ബ്ലഡ് ഇല്ലാത്തത് മറ്റൊരു വിഭാഗം. ഇങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ റെഡ് ബ്ലഡ്, നമ്മൾക്ക് റെഡ് ബ്ലഡ് ഉള്ള ജീവികളല്ലേ, നമ്മൾ അനിമൽസ് എടുത്താൽ റെഡ് ബ്ലഡ് അല്ലേ. ഇപ്പൊ ഒരു ആടിനെ വെട്ടിയാൽ നമുക്ക് റെഡ് കളറിലെ ബ്ലഡ് അല്ലേ കാണാൻ പറ്റുന്നത്. പോത്തിനെ വെട്ടിയാൽ കാണാം, കോഴിയെ വെട്ടിയാൽ കാണാം. എന്നാൽ കോക്രോച്ചിനെ എടുത്താലോ വൈറ്റ് കളർ ലിക്വിഡാണ്. അപ്പൊ ആ ബ്ലഡിന്റെ കളർ അനുസരിച്ചാണ് ഇദ്ദേഹം അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ലിനസ്, ഇപ്പൊ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. പ്ലാന്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, അനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ലിനസിലേക്ക് വന്നു. ലിനസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നുമാണ് ക്ലാസിഫിക്കേഷൻ. പ്ലാന്റ് ആൻഡ് അനിമേലിയ. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഒരു വിഭാഗം പ്ലാന്റ്സ് ആണ്, മറ്റൊരു വിഭാഗം അനിമൽസ് ആണ് എന്നുള്ള രീതിയിലാണ് ലിനസ് ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് വേണ്ടി ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ RH വിറ്റേക്കർ ആണ് നടത്തിയത്. ആരാണ് നടത്തിയത്? RH വിറ്റേക്കർ. ഇദ്ദേഹമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ലിവിംഗ് ഓർഗാനിസത്തിന് വേണ്ടി RH വിറ്റേക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്? RH വിറ്റേക്കർ. ഏത് ക്ലാസിഫിക്കേഷൻ ആണ് ഇദ്ദേഹം നടത്തിയത്? 5 കിങ്ഡം. ലിനസോ 2 കിങ്ഡം. അരിസ്റ്റോട്ടിൽ പ്ലാന്റ്സിനെ അനിമൽസിനെയും സെപ്പറേറ്റ് എടുത്ത് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ 5 കിങ്ഡം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് സെല്ലുലാർ സ്ട്രക്ചർ വെച്ചിട്ട്. സെൽസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ആണോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണോ? ഇനി കോംപ്ലക്സിറ്റി, ഇതിന്റെ സെല്ലുകൾ കണ്ടു. ഇനി കോംപ്ലക്സ് ആണോ? അങ്ങനെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഓട്ടോട്രോഫ് ആണോ അല്ലെങ്കിൽ ഇത് ഹെട്രോട്രോഫ് ആണോ? ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവര് മറ്റുള്ളവരെ ആശ്രയിച്ച് ഭക്ഷണം തേടുന്നവരാണോ? ഇനി ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് ആൻഡ് എക്കോളജിക്കൽ റോൾ പെർഫോം. അങ്ങനെ ഇതിന്റെ ഓരോ കാര്യങ്ങൾ, ഇത് ജനറ്റിക്കലി നോക്കുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ പല കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റേക്കർ മുന്നോട്ട് വെച്ചത്. ആരാണ്? RH വിറ്റേക്കർ. ഏതൊക്കെയാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഒന്ന് മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ ആൻഡ് പ്ലാന്റേ ആൻഡ് അനിമേലിയ. നോക്കിയേ, മൊനീറ എന്ന് പറയുമ്പോൾ ഇത് യൂണിസെല്ലുലാർ ആണ്, പ്രോകാരിയോട്സ് ആണ്. പ്രോട്ടിസ്റ്റയോ യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്സ് ആണ്. അപ്പൊ എന്താണ് ഈ പ്രോകാരിയോട്ട് അല്ലെങ്കിൽ എന്താണ് യൂകാരിയോട്ട്? എന്താണ് യൂണിസെല്ലുലാർ? എന്താണ് മൾട്ടി സെല്ലുലാർ? യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഏകകോശ ജീവികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒറ്റ സെല്ലേ ഉള്ളൂ ഈ ജീവികൾക്ക്. ഈ ജീവികൾക്ക് എന്തേ ഉള്ളൂ? ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താണ്? ഒരു സെല്ല് മാത്രമുള്ളത് അമീബ, പാരമീസിയം, യൂഗ്ലീന. അമീബ, പാരമീസിയം, യൂഗ്ലീന, അതുപോലെ ബാക്ടീരിയ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ. എന്നാൽ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നമ്മളൊക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. അപ്പൊ മൊനീറ എന്ന് പറയുന്ന ഗ്രൂപ്പ് യൂണിസെല്ലുലാർ ആണ്, പ്രോട്ടിസ്റ്റ എന്ന ഗ്രൂപ്പ് യൂണിസെല്ലുലാർ ആണ്. എന്നാൽ ഫഞ്ചൈ, പ്ലാന്റ്സ്, അനിമൽസ് ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇതൊക്കെ മൾട്ടി സെല്ലുലാർ ഗ്രൂപ്പാണ്. ഇനി ഇത് കണ്ടോ, പ്രോകരിയോട്ടാണ്. പ്രോകരിയോട്ട് എന്ന് വെച്ചാൽ എന്താണ്? പ്രോകരിയോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കോശം, നമുക്ക് സെൽസ് ഇല്ലേ, ഈ സെൽസിനെ ഒരു കേന്ദ്രമുണ്ട്, ഒരു സെൻട്രം ഉണ്ട്, മർമ്മമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സെല്ലിന് ഒരു സെന്റർ, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ വ്യക്തമായിട്ട് ഒരു മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ വെച്ചിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മർമ്മസ്തരവുമുണ്ട്. അപ്പൊ മർമ്മമുള്ള ജീവികളെ നമുക്ക് പ്രോകരിയോട്സ് എന്ന് പറയാം, യൂകരിയോട്സ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കോശത്തില് മർമ്മം ഇല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും പ്രോകരിയോട്സ്. എന്നാൽ ഒരു കോശത്തിലെ മർമ്മവും ഉണ്ട്, അതിനെ പൊതിഞ്ഞ് വ്യക്തമായിട്ടൊരു സെൽ മെംബ്രെയിനും ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും യൂകരിയോട്ട്. പ്രോകരിയോട്ടിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വ്യക്തമായ മർമ്മമില്ലാത്തതാണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇതൊക്കെ എന്താണ്? പ്രോകരിയോട്സ് ആണ്, വ്യക്തമായ മർമ്മം ഇല്ലാത്ത ജീവികളാണ്. എന്നാൽ വ്യക്തമായ മർമ്മമുള്ളവരാണ് നമ്മൾ, പ്ലാന്റ്സ്, അനിമൽസ് എല്ലാം വ്യക്തമായ മർമ്മം ഉള്ളവരാണ്. മർമ്മമുണ്ട്, മർമ്മത്തിനെ പൊതിഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു സെൽ മെംബ്രെയിൻ നമുക്ക് ഉണ്ട്.
ഇനി ഇതിനകത്ത് മറ്റൊരു ജീവി കൂടിയുണ്ട്, അമീബ. അമീബ എന്താണ്? യൂകാരിയോട്ടാണ്. വ്യക്തമായ മർമ്മവും മർമ്മത്തെ പൊതിയുന്ന വ്യക്തമായിട്ടുള്ളൊരു സ്ഥലവും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇത് നോക്കുന്നത്. ആർഎച്ച് വിറ്റേക്കർ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മൊനീറയുണ്ട്, പ്രോട്ടിസ്റ്റയുണ്ട്, ഫഞ്ചയുണ്ട്, പ്ലാന്റയുണ്ട്, അനിമേലിയുണ്ട്. മൊനീറ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ, ഈ കാണുന്ന ജീവികളാണ്. പ്രോട്ടിസ്റ്റ കണ്ടോ, ഫഞ്ചൈ കണ്ടോ, പ്ലാന്റ്സ് അറിയാം, അനിമൽസിനെ അറിയാം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കണ്ടോ, അനിമൽസ് എന്ന് പറയുമ്പോൾ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, നമ്മുടെ ഉഭയജീവികളുണ്ട്, എല്ലാം വരും. ഉരകങ്ങളുണ്ട്, പ്ലാന്റ്സ് വരുന്നു, എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സ്, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എല്ലാം വരും. ഫഞ്ചൈ കണ്ട് കൂണുകളൊക്കെ വരും. ബാക്ടീരിയാസ് കണ്ടില്ലേ, നമ്മൾ മൈക്രോസ്കോപ്പിക് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ ബാക്ടീരിയസ് ആൻഡ് പ്രോട്ടിസ്റ്റാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ബേസിക് ആയിട്ട് ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോന്നിനും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ 5 കിങ്ഡത്തിൽ മൊനീറയെ നോക്കി. മൊനീറയെ നോക്കുമ്പോൾ ഇതിന്റെ സെൽ എന്താണ്? ഇത് പ്രോകരിയോട്ടിക് സെല്ലാണ്. വ്യക്തമായ മർമ്മം ഉണ്ടോ? മർമ്മമില്ല. ഈ പ്രോട്ടിസ്റ്റ യൂക്കരിയോട്ടിക് ആണ്, ഫഞ്ചൈ യൂക്കരിയോട്ടിക് ആണ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് യൂക്കരിയോട്ടിക് ആണ്. സെൽ ഓർഗനൈസേഷൻ, സെല്ല് ഏകകോശ ജീവിയാണ്, യൂണിസെല്ലുലാർ ആണ്. പ്രോട്ടിസ്റ്റയും യൂണിസെല്ലുലാർ ആണ്. അപ്പൊ അമീബയൊക്കെ ഏതിനകത്ത് വരും? പ്രോട്ടിസ്റ്റയിൽ വരും. യൂക്കരിയോട്ടുമാണ്, എന്നാൽ യൂണിസെല്ലുലാറുമാണ്. ഇവിടെ ഫഞ്ചൈസിനകത്ത് നമുക്ക് യൂണിസെല്ലുലാറിനെയും കാണാം, ചിലത് നോക്കുമ്പോൾ മൾട്ടി സെല്ലുലാറും കാണാം. വ്യക്തമായിട്ട് നമുക്ക് ഫഞ്ചൈസ് ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് നമുക്ക് കാണുന്നുണ്ട്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഉറപ്പിക്കാം മൾട്ടി സെല്ലുലാർ ആണ്. സെൽ വാൾ, ഇതിനകത്ത് സെൽ വാള് പ്രസന്റ് ആണ്. ഇവിടെ ചില സമയത്ത് പ്രസന്റ് ആണ് പ്രോട്ടിസ്റ്റൽ, ചില സമയത്ത് ആബ്സെന്റ് ആണ്. ഇവിടെ എല്ലായിടും സെൽ വാള് ഇവിടെ രണ്ടിടത്തും ഉണ്ട്. എന്നാൽ അനിമൽസിന് സെൽ വോൾ ഇല്ല, സെൽ വോൾ ഇല്ല. ഓക്കെയാണ്. അപ്പൊ സെൽ വാൾ ഇല്ലാത്തത് ആരാണ്? നമ്മളുടെ അനിമൽസ് മാത്രമാണ് സെൽ വാള് ഇല്ലാത്തത്. ഇനി ന്യൂട്രീഷണൽ ക്ലാസ് നോക്കുമ്പോൾ മൊനീറ എന്ന് പറയുന്ന വകുപ്പ്, ഈ മൊനീറ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ്? ഫോട്ടോട്രോപിക് ആണ്. ചിലത് ഹെട്രോട്രോപിക് ആണ്, ചിലത് കീമോ ഓട്ടോട്രോപിക് ആണ്. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു നമ്മളുടെ ഫോട്ടോസിന്തസിസ് പ്രകാരം, എങ്കിൽ നമുക്ക് ഫോട്ടോട്രോപ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ്? അനിമൽസ് ഹെട്രോട്രോപ്സ് ആണ്, ഫഞ്ചൈ ഹെട്രോട്രോപ്സ് ആണ്. എന്നാൽ പ്ലാന്റ്സ് ഫോട്ടോട്രോപിക് ആണ്. ഇവർ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ സൂര്യപ്രകാശം, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, ഓക്സിജനെ പുറന്തള്ളുന്നു, ജലം, ലവണം ഉപയോഗിക്കുന്നു. ഹരിതസസ്യങ്ങളുടെ ഇലയാണ് ഇങ്ങനെ എന്തുണ്ടാക്കുന്നത്? ഭക്ഷണം പാചകം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് കണ്ടു, ക്ലിയർ ആണ്. അപ്പൊ ചിലതൊക്കെ കൂടുതൽ എന്താണ് നമുക്കറിയാം, സസ്യങ്ങളാണ് കൂടുതലായിട്ട് ഫോട്ടോട്രോപിക് എന്ന് പറയുന്നത്. പിന്നെ ചില തരത്തിലുള്ള മൊണീറാസിനും ഈ കഴിവുണ്ട്, ചില പ്രോട്ടിസ്റ്റാസിനും ഈ കഴിവുണ്ട്. പിന്നെ നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ, അബ്സോർപ്ഷൻ ആണ്, അബ്സോർപ്റ്റീവ് ആണ്. ഇത് മാത്രം ഇൻജസ്റ്റൈൻ ആണ്. അനിമൽസ് ഇൻജസ്റ്റൈൻ ഒക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത്. യൂണിസെല്ലുലാർ ആണ്, യൂക്യാരിയോട്സ് ആണ്, സെൽ വാൾ ഉണ്ടോ ഇല്ലയോ, ന്യൂട്രീഷൻ, ഫോട്ടോട്രോപിക് ആണോ, ഹെട്രോട്രോപിക് ആണോ, ഇതൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഫസ്റ്റ് വൺ ആയിട്ടുള്ള മൊനീറയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊനീറ. എന്താണ് ഈ മൊനീറയെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ ഇത് നമ്മളിൽ കാണപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ബാക്ടീരിയയും മൊനീറ വർഗമാണ്. ഓൾ ടൈപ്സ് ഓഫ് ദ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? മൊനീറ വിഭാഗമാണ്. ഇതിന് പ്രോകരിയോട്ടിക് സെല്ലാണ്, യൂണി സെല്ലുലാർ ആണ്. ഇതിന് വല്ല ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസിനെ പൊതിയുന്ന മെംബ്രെയിനോ ന്യൂക്ലിയസോ ഇവിടെ ഇല്ല. ഡിഫറെന്റ് ഷേപ്സിൽ ഇത് കാണപ്പെടും. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ളതുണ്ട്, കോക്സി. റോഡ് ഷേപ്പിലുള്ളതുണ്ട്, ബാസിലസ്. കോമ ഷേപ്പിലുള്ളതുണ്ട്, വിബ്രിയോ. സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറില്ല. ഇങ്ങനെ പല ഷേപ്പുകളിലാണ് ഈ ബാക്ടീരിയ കാണപ്പെടുന്നത്. അപ്പൊ സാധാരണ ബാക്ടീരിയസ് ആണ് പല ഷേപ്പിൽ കാണപ്പെടുന്നത്. നമ്മൾ കാണപ്പെടുന്ന എല്ലാ ബാക്ടീരിയസും മൊനീറ ഗ്രൂപ്പാണ്. ഇതിന്റെ പ്രത്യേകത യൂണിസെല്ലുലാർ ആണ്, പ്രോകരിയോട്ടിക് ആണ്. സെൽ മെംബ്രെയിന, ന്യൂക്ലിയസ് ഇതൊന്നും ഇല്ല. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിഷൻ എന്ന പ്രോസസ് വഴിയാണ്.
ഇവിടെ DNA ട്രാൻസ്ഫർ നടക്കുന്നു. ഒരു ബാക്ടീരിയ സെല്ലിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയ സെല്ലിലേക്ക് DNA ട്രാൻസ്ഫർ നടക്കുന്നു. അതുകൊണ്ടാണ് ബാക്ടീരിയൽ ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്യാപിച്ചു പോയിക്കൊണ്ടിരിക്കും അല്ലെ. നമുക്കറിയാം ബാക്ടീരിയ കോസ്ഡ് ഡിസീസ് ആണ് ക്ഷയരോഗം, അതുപോലെ തന്നെ എലിപ്പനി, ഡിഫ്തീരിയ, ഇതൊക്കെ എന്താണ് ബാക്ടീരിയൽ ബേസ്ഡ് ഡിസീസ് ആണ്. ഇനി ചില സെൽവാള് പ്രസന്റ് ആണ് ചിലതിന്, എന്നാൽ ചിലതിന് പ്രസന്റ് ആണോ സെൽവാള്? ചിലതിന് പ്രസന്റ് അല്ല സെൽവാള്. സം ഓർഗാനിസംസ് ഓട്ടോട്രോഫ് ആണ്, ചിലത് ഹെട്രോട്രോപ്സ് ആണ്. ചിലതിന് ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ചിലതിനുണ്ടോ? ഇല്ല, ചിലത് ഹെട്രോട്രോപ്സ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇങ്ങനെ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ജീവനുള്ളവയല്ലേ. അപ്പോൾ ജീവനുള്ള ഒരു ഏതെങ്കിലും ഒരു ജീവി നമ്മളുടെ ഈ ഓർഗാനിസത്തിലെ ഏറ്റവും കുഞ്ഞു ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ഓക്സിജൻ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഈ മൊനീറ ഗ്രൂപ്പാണ്. അപ്പോൾ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലേലും ഇത് സർവൈവ് ചെയ്ത് പോകുന്നു. സ്മോളസ്റ്റ് സെൽ ടു സർവൈവ് വിതൗട്ട് ഓക്സിജൻ. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. എല്ലാ ബാക്ടീരിയാസും മൊനീറ ഗ്രൂപ്പാണ്. അപ്പൊ നോക്കിയേ, ക്ലോസ്ട്രിഡിയം ടെറ്റനി, സ്ട്രെപ്റ്റോകോക്കസ്, ട്രെപ്റ്റോനെമ പല്ലിഡിയം, വിബ്രിയോ കോളറൈ, സാൽമണല്ല ടൈഫി, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം മൊനീറ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഓഫ് ദി മൊനീറ ഗ്രൂപ്പാണ്. നമ്മൾ ബാക്ടീരിയ ആണ്, മൈക്രോപ്ലാസ്മയാണ്, സാനോബാക്ടീരിയ ആണ് എന്നൊന്ന് ജനറൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇത് കണ്ടോ, ഒരു ബാക്ടീരിയയുടെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മിഡ് ഉണ്ട്, റൈബോസോംസ്, ക്രോമോസോംസ്, സൈറ്റോപ്ലാസം, ക്യാപ്സ്യൂൾ, സെൽ വാൾ ചിലതിലുണ്ട്, ചിലതിലില്ല. ഇതിന് ഫ്ലജല്ലയൊക്കെ ഉണ്ട് മൂവ് ചെയ്യാൻ. ഇതുണ്ടോ? ന്യൂക്ലിയസ് ഉണ്ടോ? സെൻട്രൽ പാർട്ട് ഉണ്ടോ? ഇല്ല. സെൻട്രൽ പാർട്ടിനെ പൊതിയാനുള്ള മെംബ്രൈൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്ലജല്ല ഉണ്ട്. സൈറ്റോപ്ലാസം, ക്യാപ്സ്യൂൾ, സെൽ വാൾ, ഇതൊക്കെ ചിലതിൽ സെൽ വാൾ ഉണ്ട്, ചിലതിൽ സെൽ വാൾ ഇല്ല. ഈ കാണുന്ന നമ്മളിങ്ങനെ സൂക്ഷ്മ നമ്മുടെ ടെലിസ്കോപ്പ് ഒക്കെ വെച്ച് നമ്മുടെ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി മൊനീറാസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സൈനോബാക്ടീരിയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. അതായത് നമ്മൾ മനസ്സിലാക്കിയത് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അരിസ്റ്റോട്ടിലെ പ്ലാന്റ്സിനെ ഹെർബ്, ഷ്രബ്, ട്രീ എന്ന്, അനിമൽസിനെ ബ്ലഡ് വെച്ചിട്ട് റെഡ് ആൻഡ് അതർ കളേഴ്സ്. ലിനസ് ആണെങ്കിൽ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് 2 കിങ്ഡം. ആർ എച്ച് വിറ്റേക്കർ ആണ് 5 കിങ്ഡം. മൊനിറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. അതിനുശേഷം മൊനീറയിലേക്ക് വന്നു. മൊനീറ എല്ലാ ടൈപ്പിലുള്ള ബാക്ടീരിയ ആണ്, പ്രോക്കറിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ആണ്, ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല, ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്. പിന്നെ സെൽ വാള് പ്രസന്റ് ആയിട്ടുള്ളതും പ്രസന്റ് അല്ലാത്തതുമുണ്ട്. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ, ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്. ഇത് വിത്തൗട്ട് ഓക്സിജൻ സർവൈവ് ചെയ്യുന്നു. എക്സാമ്പിൾസ് കണ്ടു, ബാക്ടീരിയ സെല്ല് കണ്ടു. ടൈപ്സ് നമ്മൾ കാണുന്നു. ആർക്കിയോബാക്ടീരിയ, യു ബാക്ടീരിയ, സയനോബാക്ടീരിയ. ഇത്ര നമ്മൾ ഈ ഒരു ആസ്പെക്റ്റിൽ പഠിച്ചാൽ മതി. നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ് ഇവിടം വരെയാണ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടെ കാണിക്കുന്നു. ആർക്കി ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സാൾട്ടി, മാർഷി ആണ് എന്ന് ഓർക്കുക. ഹാർവസ്റ്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ആയിട്ടുള്ള സാൾട്ടി ആണെങ്കിലും മാർഷി ആണെങ്കിലും ഹോട്ട് ആണെങ്കിലും ഒക്കെ ഇതെന്ത് ചെയ്യും? സർവൈവ് ചെയ്ത് പോകും. യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ട്രൂ ബാക്ടീരിയ ആണ്, റിജിഡ് സെൽവാൾ ആണ്. ഇത് ഫ്ലജല്ല ഉപയോഗിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണ്. ഇനി സയനോബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോൾ ക്ലോറോഫിൽ ഒക്കെ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? ഫോട്ടോ സിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ് സയനോബാക്ടീരിയ. അതുപോലെ തന്നെ നോസ്റ്റോക്ക്, അതുപോലെ അനാബന, ഇതൊക്കെ ഹെട്രോസിസ്റ്റ് ആണ്. ഇതിന് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെയൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ക്ലിയർ ആണ്? പിന്നീട് നമ്മൾ ഹെട്രോട്രോഫ്സ് അങ്ങനത്തെ വെച്ചാൽ ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസേഴ്സ് ബാക്ടീരിയാസും ഉണ്ട്, അതുപോലെ ഓട്ടോട്രോഫ്സ് ബാക്ടീരിയാസും ഉണ്ട്. നൈട്രജൻ ഫിക്സിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് ഉണ്ട്. മൊനീറയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? യൂണിസെല്ലുലാർ ആണ്, ഫോട്ടോസിന്തറ്റിക് പർപ്പസ് ആണ്, നോൺ മോട്ടൈൽ ആണ്. പിന്നെ ഇതിനങ്ങനെ മൂവ്മെന്റ് കപ്പാസിറ്റി അല്ല, ഫ്ലജല്ല വെച്ചിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. സിമ്പിൾ ഫ്ലജല്ല അല്ലെങ്കിൽ ഗ്ലൈഡിങ് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് അങ്ങ് ഓടി നടക്കുന്ന കപ്പാസിറ്റി ഒന്നും ഇതിനില്ല. നോൺ മോട്ടൈൽ ആണ്.
ഇനി സർക്കുലാർ DNA ആണ്, നേക്കഡ് സർക്കുലാർ DNA ആണ്. DNA സർക്കുലാർ DNA ആണ് ഇതിനുള്ളത്. അപ്പം മൊനീറയെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൊനീറ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിസെല്ലുലാർ പ്രോകറിയോട്ട് വിത്തൗട്ട് ന്യൂക്ലിയസ്, ഡിഫറെന്റ് ഷേപ്സ്, റീപ്രൊഡക്ഷൻ ബൈ ഫിഷൻ, സെൽവാള് ചിലപ്പോൾ പ്രസന്റ് ആണ്, ചിലപ്പോൾ ആബ്സെന്റ് ആണ്, ഓട്ടോട്രോഫ് ആണ്, ചിലപ്പോൾ ഹെറ്ററോട്രോഫ് ആണ്, സർവേ വിത്തൗട്ട് ഓക്സിജൻ ആണ്. എക്സാമ്പിൾ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. ഇനി ഇതിന്റെ 3 ടൈപ്സ്: ആർക്കിയോബാക്ടീരിയ, യൂബാക്ടീരിയ, സയനോബാക്ടീരിയ. ഇത്രയും പഠിച്ചാൽ മതി. ഇനി നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് വന്നു. എന്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റ? അപ്പൊ കമന്റ് ചെയ്യണം എന്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ RH വിറ്റേക്കറിന്റെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് യൂണിസെല്ലുലാർ ആണ്, ഇത് യൂക്കരിയോട്ട് ആണ്. യൂക്കരിയോട്ട് അല്ലെ മനുഷ്യനും, ഇത് യൂക്കരിയോട്ട് ആണ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇത് അമീബയാണ് അല്ലെ, ഏകകോശ ജീവിയാണ്. പക്ഷെ യൂക്കരിയോട്ട് വ്യക്തമായ മർമ്മമുണ്ട്, മർമ്മത്തെ പൊതിയുന്ന വ്യക്തമായ സ്ഥലമുണ്ട്, ന്യൂക്ലിയസ് കാണപ്പെടുന്നു. എന്നാൽ എന്താണ്? ഏകകോശ ജീവിയാണ്, യൂണിസെല്ലുലാർ ആണ്. പ്രോട്ടിസ്റ്റ് എക്സാമ്പിൾ ആണ് അമീബ. സം എക്സാമ്പിൾസ് ആണ് പ്രോട്ടോസോവൻസ് ലൈക്ക് അമീബ, പാരമീസിയം, ഡയറ്റം. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമുക്ക് സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല, അതുപോലെ സ്യൂഡോപോഡിയ ഒക്കെ കാണപ്പെടുന്നു. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സീലിയയോ ഫ്ലജല്ലയോ സ്യൂഡോപോഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഓട്ടോട്രോഫും ആണ്, ചില സമയത്ത് ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനാണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അമീബ. അമീബയ്ക്ക് വ്യക്തമായ ഒരു ഷേപ്പ് ഉണ്ടോ? ഇല്ല, ഏത് ഷേപ്പിലോട്ടും ഇത് പെട്ടെന്ന് ഇങ്ങനെ മാറുന്നു. അമീബ എന്ന് പറയുമ്പോൾ പല ഷേപ്പിലോട്ട് ഇങ്ങനെ മാറുന്നു. അമീബ. യൂഗ്ലീന, പാരമീസിയം, സ്ലൈം മോൾഡ്, ഡയറ്റം, മാക്രോ ആൽഗെ, ഡൈനോഫ്ലജല്ലേറ്റ്. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്, പ്രോട്ടിസ്റ്റയുടെ എക്സാമ്പിൾ ആണ്. ഈ സ്ലൈം മോൾഡിനെ ഓർക്കുക. യൂഗ്ലീന, പാരമീസിയം, അമീബ, ഡയറ്റം. ഇത്രയും നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾ എന്നിട്ട് ഇത് ഏത് ഓർഗാനിസംസ് ആണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഇപ്പോൾ ബാക്ടീരിയ എന്ന് കാണുമ്പോൾ നമുക്കത് എന്താണ്? മൊണീറ ആണെന്ന് പറയണം. ഇനി യൂഗ്ലീന എന്ന് കാണുമ്പോൾ അതൊരു പ്രോട്ടിസ്റ്റയാണ്, അമീബ പ്രോട്ടിസ്റ്റയാണ്, പാരമീസിയം പ്രോട്ടിസ്റ്റയാണ്, ഡയറ്റം പ്രോട്ടിസ്റ്റയാണ്, സ്ലൈം മോൾഡ് പ്രോട്ടിസ്റ്റയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. എന്താണ് ഫീച്ചേഴ്സ്? ഇത് കൂടുതലും അക്വാട്ടിക് ആണ്. പ്രൈമറിലി ഇതിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു അക്വാട്ടിക് ആയിരിക്കും. നമ്മൾ ജലത്തിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇനി ഇതെന്ത് ചെയ്യുന്നു? പ്ലാന്റ്സുമായിട്ട്, അനിമൽസുമായിട്ട്, ഫംഗസുമായിട്ടൊക്കെ ഇതിനൊരു ബന്ധമുണ്ട് അല്ലേ? ദേ ക്യാൻ ലിങ്ക്, ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഈ ന്യൂക്ലിയസിനെ പൊതിഞ്ഞുകൊണ്ട് ഇതിനൊരു സെൽ മെംബ്രെയിനും നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലജല്ലയോ സീലിയോ സ്യൂഡോപോഡിയോ ഒക്കെ ഉണ്ട് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സെക്ഷൽ ആൻഡ് അസെക്ഷൽ ആണ്. അപ്പൊ ഇതിന്റെ സബ് ഗ്രൂപ്പ്സ് ആണ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്, യൂഗ്ലീന, സ്ലൈം മോൾഡ്സ്, പ്രോട്ടോസോവൻസ്. ഇതൊക്കെ ഇതിന്റെ ടൈപ്പുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പുകൾ? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ്സ്, പ്രോട്ടോസോവൻസ്. ഇതൊക്കെ ഇതിന്റെ ടൈപ്പുകളാണ്. ഇത്രയും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് പ്രോട്ടിസ്റ്റ, പ്രോട്ടിസ്റ്റന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇതിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്. ഇനി ഞാൻ എക്സ്ട്രാ പോലെ 2-3 പോയിന്റും കൂടെ പറയുന്നു. എന്താണ് ക്രൈസോഫൈറ്റ്സ്? ആദ്യം കാണുന്ന ക്രൈസോഫൈറ്റ്സ്, ഇത് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇതിനകത്ത് സിലിക്ക എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, സെൽ വാള്. അതുപോലെ തന്നെ ഫിൽട്രേഷൻ, പോളിഷിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. ഫിൽട്രേഷൻ ആൻഡ് പോളിഷിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. ഇതും ഫോട്ടോസിന്തറ്റിക് ആണ്, മറൈൻ ആണ്. ഇത് പല കളറിൽ കാണപ്പെടുന്നു, യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലൂ, ബ്രൗൺ. ഡൈനോഫ്ലജലേറ്റ് ഇത് പല കളറിൽ കാണപ്പെടും. മൾട്ടിപ്ലൈ, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒരുപാട് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ യൂഗ്ലിനോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്, ഫ്ലജലയുണ്ട്, പ്ലാന്റ്സ് ആൻഡ് എലിമെന്റ്സുമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ഇതിന് സെൽവാള് കാണപ്പെടുന്നില്ല. അപ്പൊ ഇതാണ് യൂഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത. പിന്നെ സ്ലൈം മോൾഡ്സ് ആണ്. ഇത് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റാസ് ആണ്. സാപ്രോഫൈറ്റിക് ആണ് സ്ലൈം മോൾഡ്സ്. ഡീക്കേയിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലൊക്കെയാണ് കാണപ്പെടുന്നത്. സാപ്രോഫൈറ്റ് ആണ്, വേസ്റ്റ് ഒക്കെ നോക്കുന്ന സാധനമാണ്, വേസ്റ്റ് ഒക്കെ തിന്നുന്ന പോലത്തെ സാധനമാണ്. ഇതിന് ട്രൂ വാൾസ് ഒക്കെ കാണപ്പെടുന്നു. ക്ലിയർ ആണ്?
അപ്പൊ അഗ്രഗേഷൻ ഓഫ് സ്ലൈം മോൾസ് ഈസ് കാൾഡ് പ്ലാസ്മോഡിയം എന്ന് അറിയപ്പെടും. അപ്പോൾ നമ്മൾ യൂഗ്ലീനെ കണ്ടു, പ്ലാസ്മോഡിയം കണ്ടു, അമീബ കണ്ടു, സ്ലൈം മോൾസ്, ഡയറ്റം ഇതൊക്കെ കണ്ടു. അപ്പൊ സ്ലൈം മോൾഡ് കണ്ടു, ക്രൈസോഫൈറ്റ്സ്, ഡൈനോ ഫ്ലജല്ലേറ്റ്, യൂഗ്ലിനോയിഡ്, സ്ലൈം മോൾസ്. ഇനി നമുക്ക് പ്രോട്ടോസോവൻസ് ആണ് കാണേണ്ടത്. എന്താണ് ക്രൈസോഫൈറ്റ്സ്? ഫോട്ടോസിന്തറ്റിക് ആണ്, സിലിക്ക പ്രസന്റ് ആണ്, ഫിൽട്രേഷൻ പോളിഷിംഗ്. ഡൈനോഫ്ലജല്ലേറ്റോ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി, സെൽ വാൾ ഉണ്ട്, പ്രസൻസ് ഓഫ് ദ സെൽ വാൾ പല കളറിലുണ്ട്, ഫോട്ടോസിന്തറ്റിക് മറൈനാണ്. യൂഗ്ലിനോയിഡോ ഫോട്ടോസിന്തറ്റിക് ആണ്, പ്ലാന്റ്സ് അനിമൽ ലിങ്ക് ഉണ്ട്, ലാക്ക് ഓഫ് സെൽ വാൾ. സ്ലൈം മോൾഡോ സാപ്രോഫൈറ്റിക് ഇൻ നേച്ചർ ആണ്, പ്ലാസ്മോഡ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ കണ്ട ഇതിനകത്തെ പ്രോട്ടോസോവൻസ് എന്താണ് പ്രോട്ടോസോവൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്? ഇവിടെ the group contain all the unicellular eukaryotic heterotrophs which are parasites or predators. അപ്പോൾ പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ ആണ്, യൂക്കരിയോട്ട് ആണ്, ഹെട്രോട്രോപ്പ് ആണ്, പാരസൈറ്റ് ആകാം അല്ലെങ്കിൽ പ്രെഡേറ്റേഴ്സ് ആകാം. ഇതിനെ വീണ്ടും 4ആയി തിരിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഈ പ്രോട്ടോസോവൻസിലാണ് അമീബ വരുന്നത്. ഫ്ലജല്ലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോവൻസ്. അപ്പൊ അമീബ, ഫ്ലജല്ലേറ്റഡ്, ഇതിന്റെ മൂവ്മെന്റിന് വേണ്ടി ഫ്ലജല്ല ഉണ്ട്. സീലിയേറ്റഡ്, സീലിയ ഉണ്ട്, ബോഡി സർഫസിൽ തൗസൻഡ്സ് ഓഫ് സീലിയ കാണപ്പെടുന്നു. ക്ലിയർ ആണ്. പിന്നെ സ്പോറോസോവൻസ്, കുറെ പോറുകൾ, സ്പോർസ് കാണാൻ പറ്റും. ഇൻഫെക്ഷൻ സ്റ്റേജ്, പ്ലാസ്മോഡിയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്, സ്പോർസ് ഒക്കെ കാണാൻ പറ്റും. ഇപ്പൊ പ്രോട്ടോസോവൻസും നമ്മൾ കണ്ടു. ഇത്രയാണ് നമുക്ക് പ്രോട്ടിസ്റ്റ എന്ന വിഭാഗത്തിൽ പഠിക്കേണ്ടത്. എന്തൊക്കെ പഠിച്ചു? എന്താണ് പ്രോട്ടിസ്റ്റ അല്ലെ? പ്രോട്ടിസ്റ്റ എന്താണ്? യൂക്കരിയോട്ട്, യൂണിസെല്ലുലാർ, ഓട്ടോട്രോഫ്, ഹെട്രോട്രോഫ്, സീലിയ, ഫ്ലജല്ല. എക്സാമ്പിൾസ് ഡയറ്റം, പ്രോട്ടോസോവൻസ് ലൈക്ക് അമീബ, പാരമീസിയം ഇതൊക്കെ കണ്ടു. സ്ലൈം മോൾഡ്, യൂഗ്ലീന, അക്വാട്ടിക് ആണ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, അസെക്ഷൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിനെ 5 സബ് ഗ്രൂപ്പ് ആക്കി. പിന്നെ നമ്മൾ അതിന്റെ ഒരു പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വേണ്ട, ജസ്റ്റ് പേരുകൾ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എക്സ്ട്രാ ഫാക്ട്സ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ അറിയണം. ജസ്റ്റ് ഒരു പേരുകളൊക്കെ തരുമ്പോൾ ചിലർക്ക് ഇങ്ങനെ വിചാരിക്കുകയോ ഇതെന്താ ഈ സാധനം, വല്ലാത്ത പേരുകളും അല്ലെ, കേട്ടിട്ടില്ലാത്ത കുറെ പേരുകളും. അപ്പൊ അവർക്ക് മനസ്സിലാക്കണം എന്ന് അമിതമായി ആഗ്രഹിക്കുന്നവർക്ക് ചുമ്മാ വായിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അല്ലാത്തവർ വെറുതെ വായിച്ച് സമയം കളയണം എന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ ഇത്രയൊക്കെ പറയാൻ. ക്രൈസോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഫോട്ടോസിന്തറ്റിക്. അപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ പറയത്തില്ല, ചിലത് ഫോട്ടോസിന്തറ്റിക് ആണ്, ചിലത് ഹെട്രോട്രോപ്സ് ആണ്, ചിലത് എന്താണ് സീലിയ ഉണ്ട്, ചിലതിനകത്ത് ഫ്ലജല്ല ഉണ്ട്. അപ്പൊ ഏതിനകത്ത് സീലിയ, ഏതിനകത്ത് ഫ്ലജല്ല, ഏതാണ് ഓട്ടോട്രോഫ്, ഏതാണ് ഹെട്രോട്രോഫ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ സബ് ഗ്രൂപ്പ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട, നമുക്ക് ജസ്റ്റ് ഇതിന്റെ പേരുകൾ അറിയണം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ്, പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസിനകത്താണ് അമീബൊക്കെ വരുന്നത്, പ്ലാസ്മോഡിയം ഇതൊക്കെ വരുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത കിങ്ഡത്തിലേക്ക് പോകാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കിങ്ഡത്തിന്റെ പേരാണ് ഫഞ്ചൈ. എന്താണ് ഇനി പറയുന്ന കിങ്ഡത്തിന്റെ പേര്? ഫഞ്ചൈ എന്ന കിങ്ഡത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഫഞ്ചൈ? ഫഞ്ചൈ കിങ്ഡം എന്ന് പറയുമ്പോൾ ഇത് മോസ്റ്റ് ഫഞ്ചൈ ആർ മെനി സെൽഡ് ആൻഡ് സം ആർ വൺ സെൽഡ്. ചിലത് ഒരുപാട് സെല്ലുള്ളതാണ്, മൾട്ടി സെല്ലുലാർ ആണ്, ചിലത് യൂണിസെല്ലുലാർ ആണ്. ഇനി ചിലതിനകത്ത് എന്തുണ്ട്? മെംബ്രൈൻസ് ഉണ്ട്, ന്യൂക്ലിയസ് വിത്ത് മെംബ്രൈൻസ് ഉണ്ട്. ഇത് യൂകാരിയോട്സ് ആണ്. ഫഞ്ചൈക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നു, എനർജി കിട്ടുന്നു അബ്സോർബ് ചെയ്യുമ്പോൾ. ഇതിനകത്ത് ഡൈജഷൻസ് നടക്കുന്നു, ഡൈജസ്റ്റിംഗ് ഫ്രം ദ സർഫസ് ദേ ലിവ് ഓൺ. മോസ്റ്റ് ഫഞ്ചൈ റീപ്രൊഡ്യൂസ് ബൈ സ്പോർസ്. സ്പോർ കാരണമാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഈസ്റ്റ്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഈസ്റ്റ് ചേർക്കത്തില്ലേ? ഇനി നമ്മൾ കഴിക്കാറില്ലേ മഷ്റൂംസ്, ബ്രെഡ് മോൾസ്, ലിച്ചൻസ്, ഇതൊക്കെ ഫഞ്ചൈസിന്റെ എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ആലോചിച്ച് നോക്കിയേ. ഫഞ്ചൻസിന്റെ എക്സാമ്പിൾസ്
ഈസ്റ്റ് ഉണ്ട്, മഷ്റൂംസ് ഉണ്ട്, ബ്രെഡ് മോൾസ് ഉണ്ട്, ലിച്ചൻസ് ഉണ്ട്. അപ്പൊ ഫഞ്ചിയെ കുറിച്ച് പറയുമ്പോൾ ഹെട്രോട്രോഫിക് ആണ്. ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? അല്ല. മൾട്ടി സെല്ലുലാർ ആണ്, യൂകാരിയോട്ട് ആണ്. ചിലതാണെങ്കിൽ സാപ്രോഫൈറ്റിക് ആണ്, ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ ഫുഡ്സിലൊക്കെയാണ്. സെൽ വോൾസ് ഉണ്ട്. ഈ സെൽ വോൾസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ചൈറ്റിൻ. ഇത് സെൽ വാള് ക്രിയേറ്റ് ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് ചൈറ്റിൻ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ്. കൈറ്റിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കൈറ്റിൻ അല്ലെങ്കിൽ സെല്ലുലോസ്. കൈറ്റിൻ അല്ലെങ്കിൽ സെല്ലുലോസ്. പിന്നെ ഫഞ്ചി എന്ന് പറയുമ്പോൾ ബ്ലൂ, ഗ്രീൻ ആൽഗയൊക്കെ ഇല്ലേ, അതുമായിട്ടൊക്കെ അസോസിയേഷൻ ഉണ്ട്. ഈസ്റ്റ്, മഷ്റൂം, ആസ്പെർഗിലിയസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതൊരു കോസ്മോപൊളിറ്റൻ ആണ്. ഫഞ്ചി എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ആണ്. എന്താ ഈ കോസ്മോപൊളിറ്റൻ എന്ന് വെച്ചാൽ എവരിവെയർ വി ക്യാൻ സീ ദിസ് തിങ്. അതായത് ഈ ഓർഗാനിസത്തിനെ വി ക്യാൻ സീ ഇൻ എവരിവെയർ, ഇൻ എയർ, ഇൻ മറൈൻ, ഇൻ ലാൻഡ്, എവറി ഏരിയ വി ക്യാൻ സീ ഇത്, അല്ലേ? അപ്പൊ നോക്കിയേ, ഇത് വേൾഡ് വൈഡ് എല്ലായിടവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. They can found in water, they can found in air, they can found in soil, and they can found in inside the animal body, inside the plant body. These are called fungi. They are cosmopolitan. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്ന കോസ്മോപൊളിറ്റൻ ഏതാണ്? മൊണീറ, ഫഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. എന്താണ് കോസ്മോപൊളിറ്റൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ യൂകാരിയോട്ടാണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഹെട്രോട്രോപ്സ് ആണ്, സാപ്രോഫൈറ്റിക് നേച്ചർ ആണ്, സെൽവാൾ എന്ന് വെച്ചാൽ സെല്ലോസ് അല്ലെങ്കിൽ കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോസ്മോപൊളിറ്റൻ ആണ്. ഇത് ചിലതിനകത്ത് ഫിഷൻ, ബഡ്ഡിങ്, ഫ്രാഗ്മെന്റേഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. ചിലത് ഈ സ്പോർ വഴിയൊക്കെ എന്തുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ വെജിറ്റേറ്റീവ് ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വി ക്യാൻ സീ, അല്ലേ? പിന്നെ ഈ ഫഞ്ചിയെ നമ്മൾ 4 മേജർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്തിന്റെ ബേസിസിലാണ്? സ്പോർ ഫോർമേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് മൈസീലിയം. മൈസീലിയത്തിലെ സ്പോർ കാരണം ഇതിനെ 4ആയി നമുക്ക് തിരിക്കാം. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ട്രൂ ഫംഗൈ ആണ്, പ്ലാന്റ് ബോഡി ഓഫ് ട്രൂ ഫംഗൈ, അതാണ് താലസ്. ഇറ്റ് മേ ബി നോൺ മൈസീലിയൽ. സെൽ വോൾ ഉണ്ട്, സെല്ലോസ്. പിന്നെ ഹെട്രോട്രോപ്സ് ആണ്, പാരസൈറ്റ് ആണ്, സാപ്രോഫൈറ്റ്സ് ഉണ്ട്, വെജിറ്റേറ്റീവ് അസെക്ഷൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനൊരു പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഈസ്റ്റിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ ലിച്ചൻസിനെ കുറിച്ച് പഠിച്ചില്ലേ? ലിച്ചൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാത്ത സാധനങ്ങൾ പെൻസീലിയം. പെൻസിലിൻ കണ്ടുപിടിച്ചത് പഠിച്ചില്ലേ? പെൻസീലിയം, പ്യുക്സീനിയ, പിന്നെ റൈസോപ്പസ്, ആൽബുഗോ, ന്യൂറോസ്പോറ, ട്രഫിൾസ്, അഗാരിക്കസ്, മോറൽസ്, ഇങ്ങനെ ഒരുപാട് ഫഞ്ചൈസ് അവൈലബിൾ ആണ്. എന്തൊക്കെ ഫഞ്ചൈസ് ഉണ്ട്? ഒരുപാട് ഫഞ്ചൈസ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഓർക്കേണ്ട ഏതൊക്കെ ഫഞ്ചൈസിനെയാണ്? ഈസ്റ്റിനെ ഓർക്കുക, മഷ്റൂംസിനെ ഓർക്കുക, പിന്നെ ആസ്പെർജില്ലസ് ഓർക്കുക. ഈസ്റ്റ്, മഷ്റൂം, ബ്രെഡ് മോൾസ് ആൻഡ് ലിച്ചൻസ്, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഓർക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത കിങ്ഡത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ 3 കിങ്ഡം പഠിച്ചു, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ. ഇനി നമ്മളുടെ 4ാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്ലാന്റേ. ഇത് എന്താണ്? പ്ലാന്റ്സിന്റെ പ്രത്യേക യൂകാരിയോട്ടിക് ആണ്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് വ്യക്തമായ മർമ്മം പൊതിഞ്ഞു വെച്ചേക്കുന്നു. ന്യൂക്ലിയസ് സ്ഥലത്താൽ പൊതിഞ്ഞിരിക്കുന്നു, മർമ്മസ്ഥലമുണ്ട്. മൾട്ടി സെല്ലുലാർ ആണ്. ഏകകോശ ജീവിയാണോ? അല്ല, ബഹുകോശ ജീവിയാണ്. ഇനി ഒരു പ്രോപ്പർ സെൽവാളിലെ സെല്ലോസ് കൊണ്ട് തന്നെ നിർമ്മിച്ച സെൽവാളാണ് നമുക്ക് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. സെല്ലുലോസാൽ നിർമ്മിക്കപ്പെട്ട സെൽവാൾ തന്നെ ഉണ്ട്. ഇത് ഓട്ടോട്രോപ്സ് അല്ലേ? ഏതെങ്കിലും ഒരു പ്ലാന്റ് ഹെട്രോട്രോപ്സ് ആണോ? അല്ല, ഓട്ടോട്രോപ്സ് ആണ്. പക്ഷെ ചിലതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ചില പ്ലാന്റ്സ് ഇപ്പൊ നെപ്പന്തസ് എന്നൊക്കെ, ചില പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പാരസൈറ്റിക് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മരവാഴ എപ്പിഫൈറ്റ് അല്ലേ? അങ്ങനെയും ഉണ്ട്. അപ്പോൾ മെജോറിറ്റി എന്ത് തന്നെയാണ്? ഓട്ടോട്രോപ്സ് ആണ്. ഫോട്ടോസിന്തസിസ് പ്രോസസ് നടത്തുന്നു. നമ്മൾ ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സും കിങ്ഡം പ്ലാന്റയിലെ മെമ്പർ ആണ്. എവറി പ്ലാന്റ് ഈസ് ദ മെമ്പർ ഓഫ് ദി കിങ്ഡം പ്ലാന്റ്.
അപ്പോൾ യൂക്കാരിയോട്ടിക് ഇൻ നേച്ചർ, മൾട്ടി സെല്ലുലാർ, ഇറ്റ് കണ്ടെയ്ൻ എ സെൽ വാൾ വിത്ത് ദ made up of cellulose ആണ്. It is autotroph. Every plants are inside in the kingdom Plantae. ഇനി നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകാം. Based on the body differentiation and the presence or absence of vascular tissue. ഈ വാസ്കുലർ ടിഷ്യൂ വെച്ചിട്ട് ഈ കിങ്ഡം പ്ലാന്റയെ തലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പെർംസ്, ആൻജിയോസ്പെർംസ് ഇങ്ങനെയൊക്കെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ വാസ്കുലർ ടിഷ്യൂ, ദ ടിഷ്യൂ ഈസ് പ്രസന്റ് ഓർ ആബ്സെന്റ്. ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് ഇതിനെ എന്തായിട്ട് തിരിച്ചേക്കുന്നത്, പലതായി തിരിച്ചേക്കുന്നത്. മോസസ്, പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്നതാണ് മോസസ് അല്ലേ. ഈ മതിലുകളിലൊക്കെ കാണപ്പെടുത്തതില്ലേ മോസസ്. നമ്മളിങ്ങനെ ചേട്ടൻ ബാബ അനിയൻ ബാബ പണ്ട് കളിക്കുമായിരുന്നു ഞങ്ങൾ. നിങ്ങൾക്ക് അറിയാമോ മോസസ് എന്ന് പറയുന്ന സാധനം? ഇങ്ങനെ ഇരിക്കും, ഒരെണ്ണത്തിന് ഇങ്ങനെ ഒരെണ്ണം കാണും, വേറൊരെണ്ണം ഇങ്ങനെ എടുക്കും, ഇങ്ങനെ രണ്ടുപേരെയും നമ്മൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കും. ആരാണോ പൊട്ടുന്നത് നമ്മൾ അങ്ങനെ പണ്ടത്തെ ഒരു കളിയായിരുന്നു. മതിലിൽ ഇതിങ്ങനെ വലുതായി പിടിക്കും. ഫേംസ്, ഇത് ഞങ്ങൾ കളിക്കുന്ന ഒരു കളിയാണ്. നമ്മുടെ ദേഹത്തോട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഒരു വെള്ള പൊടി പോലെ ഇങ്ങനെ രൂപപ്പെടും. ഇതാണ് ഫേംസ്. പിന്നെ ജിംനോസ്പെർംസ് അല്ലേ, പിന്നെ ആൻജിയോസ്പെർംസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് മാറ്റാം. അപ്പോൾ തലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പെർംസ് ആൻഡ് ആൻജിയോസ്പെർംസ് ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നിട്ട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വിടുക. ഇത് ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം നമുക്കത് പഠിക്കാനുള്ളത്, പ്രത്യേകം പഠിക്കാൻ തന്നെയുണ്ട്. എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പൈറോഗേറ, ഫേൺസ്, പൈൻസ്, മാംഗോ പ്ലാന്റ്സ്. നമുക്ക് ഈ കാണപ്പെടുന്ന എല്ലാ ചെടികളെയും പറഞ്ഞൂടെ? കിങ്ഡം പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് തുളസി പറയാം, മിന്റ് പറയാം, ജാസ്മിൻ, ജാക്ക് ഫ്രൂട്ട്, കോക്കനട്ട് ട്രീ അല്ലേ, മാംഗോ ട്രീ, ഫേംസ്, പൈൻസ്, സ്പൈറോഗേറ, ഇങ്ങനെ നമുക്കറിയാവുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും പേര് നമുക്കിവിടെ പറയാം. ഇതെല്ലാം കിങ്ഡം പ്ലാന്റ്സിൽ വരുന്നതാണ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അല്ലേ, പച്ച കളറിലുള്ള ഹരിതകം എന്ന് നമ്മൾ പറയും. ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ഓട്ടോട്രോഫായിട്ട് നിൽക്കാൻ പറ്റുന്നത്, ഫോട്ടോസിന്തസിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോട്രോഫിക് ആണ്, അസെക്ഷൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇത് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേരിയേഷൻസ് വരുത്തുകയും ചെയ്യാം. ഇപ്പം നമ്മൾ 2-3 ചെടികളെ ടിഷ്യൂ കൾച്ചർ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് മാറ്റി തിരിച്ചും ജനറേഷൻസ് ചേഞ്ച് ചെയ്യാനും പറ്റും. ഹെട്രോട്രോഫിക് ആണ് ചിലത് ഇൻസെക്ടിവോറസ് ആണ് അല്ലേ, നമുക്കറിയാം. വീനസ് ഫ്ലൈട്രാപ്പ്, ബ്ലാഡർ വോട്ട്, കസ്കറ്റ, ഇങ്ങനെ കുറേ ചെടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലതൊക്കെ പാർഷ്യലി ഹെട്രോട്രോഫിക് അല്ലേ. ഇപ്പൊ ചന്ദനമരമൊക്കെ എന്താണ്? പാർഷ്യലി ഹെട്രോട്രോഫിക് ആണ്. ഇതൊക്കെ മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ്. മരവാഴ എപ്പിഫൈറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻ കേസുകൾ കൂടി ഉണ്ട്. നമ്മൾ പൊതുവായിട്ട് ഓട്ടോട്രോഫ് ആണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് എക്സെപ്ഷൻ കേസ് കൂടി ഉണ്ട്, അത് നമുക്കറിയാം. അപ്പൊ ഇതാണ് നമ്മളുടെ കിങ്ഡം പ്ലാന്റ്സ്. വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. അറച്ച് വിറ്റേക്കന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ തീരുന്നു. നമുക്കിനി ലാസ്റ്റ് പഠിക്കാനുള്ളത് കിങ്ഡം അനിമേലിയ. ആരെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കിങ്ഡം അനിമേലിയ. അപ്പൊ എനിക്കൊരു സംശയം, നിങ്ങൾ ആൻസർ പറയുക. ഇത് യൂണി സെല്ലുലാർ ആണ്, ഇത് പ്രോകരിയോട്ടാണ്. എല്ലാ ബാക്ടീരിയയിലും ഇത് കാണപ്പെടും. ഏതാണ് സാധനം? മൊണേറ. എന്താണ്? മൊണേറ. ഇതിന് എക്സാമ്പിൾ ആണ് അമീബ. അപ്പൊ എന്താണ്? പ്രോട്ടിസ്റ്റ. അപ്പൊ ഇത് യൂണിസെല്ലുലാർ ആണ്, പക്ഷെ യൂകാരിയോട്ട് ആണ്. ഓട്ടോട്രോഫ് ആൻഡ് ഹെറ്ററോട്രോഫ് നേച്ചർ ആണ്. ഇനി മറ്റൊരെണ്ണം, ഇത് കോസ്മോപൊളിറ്റൻ ആണ്. അത് ഫഞ്ചയിലെ കോസ്മോപൊളിറ്റൻ നമ്മൾ പഠിച്ചത് കോസ്മോപൊളിറ്റൻ. ഇത് ഹെർബിലും ഷ്രബ്സിലും കോമൺ ആയിട്ട് ഇതിന്റെ എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ ഇത് കിങ്ഡം പ്ലാന്റ് ആണ്. കിങ്ഡം അനിമേലിയ ഏതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. മൾട്ടി സെല്ലുലാർ ആണ്, യൂകാരിയോട്ട് ആണ്, വിത്തൗട്ട് പ്രസൻസ് ഓഫ് സെൽവാൾ. സെൽവാൾ ഉണ്ടോ? ഇല്ല. മുമ്പേ നമ്മൾ പറഞ്ഞു സെല്ലോസാൽ നിർമ്മിതമായ സെൽവാളാണ് പ്ലാന്റ്സിലുള്ളത്. അനിമൽസിന് സെൽവാൾ ഉണ്ടോ? ഇല്ല. അനിമൽസിന് സെൽവാള് ഇല്ല. അനിമൽസിന് എന്തില്ല? അനിമൽസിന് സെൽവാളില്ല. ഓക്കെയാണ്. അത് നമ്മുടെ ബോക്സിൽ സ്പെഷ്യലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തില്ലേ? ഓക്കെ,
എല്ലാരെയും സെൽവാള് പഠിച്ചു. പ്രസന്റ് ഇൻ മോസ്റ്റ്, പ്രസന്റ് സംടൈംസ്, ആബ്സെന്റ്, പ്രസന്റ്. പക്ഷെ ആനിമൽസ് വന്നപ്പോൾ സെൽവാൾ ഉണ്ടോ? ഇല്ല. ഇത് നോക്കാമെങ്കിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും അല്ലെ? ഇത് പഠിച്ചാൽ തന്നെ കിട്ടും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഹെട്രോട്രോഫാണ്. ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. പ്ലാന്റ്സ് മാത്രമാണ് ഓട്ടോട്രോഫ്സിന് മൊനേറൻസും ഓട്ടോട്രോഫ്സാണ്. ദേ ഓൾസോ എക്സിബിറ്റ് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി. നമുക്കറിയാം അനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഒരുപാട് ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഒരുപാട് വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. ചിലത് സിമ്പിൾ ആയിരിക്കും, ചിലത് ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും അല്ലെ? അപ്പോൾ ആ ഒരു വേരിയേഷൻസ്, ബോഡി ഓർഗൻസിലെ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാം. ചിലത് ഇങ്ങനെ ഉരകങ്ങളാണ് അല്ലെ? ചിലത് ഉരകങ്ങളാണ്, അതിങ്ങനെ ഇഴഞ്ഞൊക്കെ പോകുന്നു. ചിലത് മനുഷ്യനാണെങ്കിലോ ഭയങ്കര വ്യത്യാസമാണ്, ഓടുന്നു, ചാടുന്നു ഇല്ലേ, എല്ലാം ചെയ്യും. മുയലാണെങ്കിൽ ചാടുന്ന ആളാണ്, ആനയാണെങ്കിൽ ഭയങ്കര വണ്ണമുണ്ട്, ജിറാഫ് ആണെങ്കിൽ നീളമുള്ളു. അപ്പൊ ഭയങ്കര വൈവിധ്യമാണ് അല്ലെ ജീവജാലങ്ങൾ തമ്മിൽ പരസ്പരം. അവരുടെ കളറ്, അവരുടെ ഫീച്ചേഴ്സ്, അവരുടെ ഓട്ടം, ചാട്ടം, ഭക്ഷണം കഴിക്കുന്ന രീതി, ചിലത് ഹെർബിവോറസ് ആണ്, ചിലത് കാർണിവോറസ് ആണ്, ചിലത് ഫ്ലഷ് ഈറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും എന്താണ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അനിമൽ കിങ്ഡം ഫൈൽ ചെയ്യുന്ന ക്ലാസ് മെനി ക്ലാസ് ആയിട്ടൊക്കെ ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. സം ഫൈലയാണ് പ്രൊഫിറ, പൊരിഫെറ, പിന്നെയോ കൊളൻറ്റെറേറ്റ, ആർത്രോപോഡ, എക്കിനോഡെർമേറ്റ, കോർഡേറ്റ, ഇങ്ങനെ പലതായിട്ട് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്ത് മാറ്റാം. ഹൈഡ്ര, സ്റ്റാർഫിഷ്, എർത്ത് വേം, മങ്കി, ബേർഡ്സ് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഹൈഡ്ര ഇതിന് എക്സാമ്പിൾ ആണ്, സ്റ്റാർഫിഷ് ഇതിന് എക്സാമ്പിൾ ആണ്, എർത്ത് വേംസ് എക്സാമ്പിൾ ആണ്, മങ്കീസ് എക്സാമ്പിൾ ആണ്, സ്നേക്ക് എക്സാമ്പിൾ ആണ്, ബേർഡ്സ് എക്സാമ്പിൾ ആണ്, മനുഷ്യൻ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ അനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പഠിക്കത്തില്ലേ? പഠിക്കും. എന്നാലും ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് പറയണ്ടേ? ഇപ്പൊ നമുക്ക് വേർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവേർട്ടിബ്രേറ്റ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് നട്ടിലുള്ള ജീവികൾ, നട്ടിലില്ലാത്ത ജീവികൾ. അതിൽ തന്നെ നമുക്ക് വാം ബ്ലഡഡ്, കോൾഡ് ബ്ലഡഡ്, വിത്ത് ജോയിന്റഡ് ലെഗ്സ്, വിത്തൗട്ട് ജോയിന്റഡ് ലെഗ്സ്, ഇങ്ങനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇതിനകത്ത് മാമൽസ് ഉണ്ട് അല്ലെ? പ്രസവിക്കാൻ കഴിവുള്ള ജീവികൾ, അതുപോലെ മുട്ടയിടുന്ന ജീവികൾ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. മാമൽസ് എന്ന് പറയുമ്പോൾ ബിയർ ഉണ്ട്, ടൈഗർ ഉണ്ട്, വെയിൽസ് ഉണ്ട്. ബേർഡ്സ് ഏതൊക്കെയാണ്? പക്ഷികൾ, തത്തമ്മയുണ്ട്, പീകോക്ക് ഉണ്ട്, ഈഗ്ലോ ഉണ്ട്, പാരറ്റ്, ഓസ്ട്രിച്ച്, ഇങ്ങനെ ബേർഡ്സ്. ഇനി കോൾഡ് ബ്ലഡഡ് ആണ് ഫിഷ് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫിഷുകളെ കുറിച്ച് അറിയാം. റെപ്റ്റൈൽസ് കോൾഡ് ബ്ലഡഡ് ആണ്. റെപ്റ്റൈൽസ് ഉരക ജീവികൾ ഏതൊക്കെയാണ്? ഇതാണ്ട് ടർട്ടില്, ക്രൊക്കഡൈല്, സ്നേക്ക് ഒക്കെയാണ്. ഇനി ആംഫീബിയൻസ് ഉണ്ട്. കടലിലും വെള്ളത്തിലും ജീവിക്കാൻ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്നതാണ് ആംഫീബിയൻസ്. എക്സാമ്പിൾ ആണ് മുതല. ഇനി നമ്മുടെ തവള എക്സാമ്പിൾ ആണ്. വെള്ളത്തിലും ജീവിക്കാം, കരയിലും ജീവിക്കാം. ഫോക്സ്, ഫ്രോഗ്, ടോഡ്, ന്യൂട്ട്, ഇങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇൻവേർട്ടിബ്രേറ്റ്, അതിനകത്ത് 3 പെയർ ലെഗ് അനുസരിച്ച് 3 പെയർ ലെഗ്, അതായത് 6 ലെഗ് ഉള്ളവരാണ് നമ്മുടെ ലേഡി ബഗ്, കോക്രോച്ച്, ആൻഡ് ഒക്കെ. ഇനി മോർ ദാൻ 3 പെയർ, 6ൽ കൂടുതൽ കാലുള്ളവരുണ്ട്. അതേതാണ്? നമ്മുടെ സ്കോർപിയോൺ, സ്പൈഡർ, അതുപോലെ തന്നെ പല പുഴുക്കളൊക്കെ, കാർട്ടർപില്ലറൊക്കെ വരുന്നു. ഇനി ലെഗേ ഇല്ലാത്തതുണ്ട്. അതിനകത്ത് വേം ലൈക്ക് ആയിട്ടുള്ള എർത്ത് വേം, ലീച്ച് ഉണ്ട്. ഇനി നോട്ട് വേം ലൈക്ക് ആയ വേമ പോലത്തെ അല്ലാത്തതും ഉണ്ട്. അത് ഫ്ലൂക്ക് വേം, ടാപ്പ് വേം ഒക്കെയാണ്. മണ്ണിരയൊക്കെ എർത്ത് വേമാണ്. മണ്ണിര എന്ന് വെച്ചാൽ എർത്ത് വേം, ഇത് ടേപ്പ് വേം. അപ്പൊ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അനിമൽ കിങ്ഡത്തിൽ മനസ്സിലാക്കാം. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഫീച്ചേഴ്സ്? അനിമൽ കിങ്ഡത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഇത് ക്ലോറോഫിൽ ഉണ്ടോ? ഇല്ല. ഹെട്രോട്രോഫിക് ഇൻ നേച്ചർ ആണ്. ഇനി കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണ്. മൾട്ടി സെല്ലുലാർ എംബ്രിയോ ഉണ്ട്. അതിന്റെയാണ് പേരാണ് സൈഗോട്ട്. മൾട്ടി സെല്ലുലാർ എംബ്രിയോയുടെ പേരെന്താണ്? സൈഗോട്ട് എന്നാണ് മൾട്ടി സെല്ലുലാർ എംബ്രിയോയുടെ പേര്.
ഇനി ഇതിന് ഓക്സിജൻ ആവശ്യമാണ്. എയറോബിക് റെസ്പിറേഷൻ നടത്തുമ്പോൾ ഓക്സിജൻ ആവശ്യമാണ്. ഇനി ലാക്ടോജന്റെ സഹായത്താൽ അനൈറോബിക് റെസ്പിറേഷൻ മനുഷ്യനെ പോലുള്ള കോംപ്ലക്സ് ജീവികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് പറയാം. മൾട്ടി സെല്ലുലാർ, യൂക്കാരിയോട്ട്, ക്ലോറോഫിൽ ഹെട്രോട്രോപ്സ് ആണ്, റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണ്, പിന്നെ എംപ്രിയോ മൾട്ടി സെല്ലുലാർ എംപ്രിയോ സൈഗോട്ട് ആകുന്നു, ഓക്സിജൻ വേണം എയറോബിക് റെസ്പിറേഷൻ, ഇത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നിശ്വസിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇനി ചില ഓർഗാനിസംസ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ RH വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്യാത്ത ചില ഓർഗൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ആനിമൽസിനെ കണ്ടു, അതുപോലെ പ്ലാന്റ്സിനെ കണ്ടു, ഫഞ്ചൈസ്, പ്രോട്ടിസ്റ്റ, മൊനീറ ഗ്രൂപ്പ് ഒക്കെ കണ്ടു. ചിലതിനെ ഇപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്? നമ്മൾ കണ്ടതാണ് അല്ലെ, 1969 അപ്പോൾ ആ ഒരു സമയത്ത് ക്ലാസിഫൈ ചെയ്തപ്പോൾ മാക്സിമം ഇദ്ദേഹം ഇൻക്ലൂഡ് ആക്കി. പക്ഷെ ചിലതൊക്കെ അദ്ദേഹത്തിന് വിട്ടുപോകത്തില്ലേ, മനുഷ്യനല്ലേ. അപ്പൊ അദ്ദേഹം ചിലതൊക്കെ അദ്ദേഹത്തിന് ക്ലാസിഫൈ ചെയ്ത് ഇവിടെ വെക്കാം എന്നത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ സാധനമാണ് ഒന്ന് വൈറസ്. വൈറസ് കാരണം നമുക്ക് എയ്ഡ്സ് എന്ന രോഗം ഉണ്ടാകുന്നു, നമുക്ക് സാധാരണ ജലദോഷം ഉണ്ടാകുന്നു അല്ലെ, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, പന്നിപ്പനി, പക്ഷിപ്പനി, ഇങ്ങനെ നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്ന, നമ്മളെ പേടിപ്പിക്കുന്ന COVID-19, നിപ്പായും എബോള ഒക്കെ കാരണമാകുന്ന വൈറസ്, മങ്കി പോക്സിന് കാരണമായ വൈറസ്. അപ്പൊ വൈറസിന് ഇദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട്, അതായത് നമ്മുടെ മനുഷ്യനെ മാത്രമാണോ ഈ വൈറസ് ബാധിക്കുന്നത്? അല്ല, മനുഷ്യനിൽ പറ്റുന്നുണ്ട്. പ്ലാന്റ്സിൽ ഇത് ലീഫ് കേളിംഗ്, യെല്ലോയിങ് ഓഫ് വെയിൻ, ടൊമാറ്റോ, കുക്കുംബർ, ടൊബാക്കോ ഒക്കെ നശിപ്പിക്കുന്നു, പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ട്. വൈറസ് എന്ന് വെച്ചാൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഇതങ്ങ് പെരുകും, ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ഡബിൾ സ്ട്രാൻഡഡ് DNA-യും ബാക്ടീരിയയുമായി കണക്ട് ചെയ്തൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ വൈറസിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. പിന്നെ വൈറോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. സ്മാളസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. ന്യൂക്ലിക് ആസിഡ്, ലാക്ക് ഓഫ് പ്രോട്ടീൻ കോട്ടാണ്, ഫ്രീ RNA ആണിത്. അപ്പോൾ വൈറോയിഡ്സിനെയും വൈറസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഗ്രൂപ്പാണ് പ്രയോൺസ്. എന്താണ് പ്രയോൺസ്? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആൻഡ് ഹാവ് എ സൈസ് സിമിലർ ടു വൈറസ്. ഇതെന്ന് വെച്ചാൽ ഒരു ഫോൾഡഡ് പ്രോട്ടീൻ ആണ്, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് വെച്ചാൽ വൈറസിന് സിമിലർ സൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമ്പിൾ ബോവൈൻ സ്പോഞ്ചസ് ഫോം എൻസെഫലോപ്പതി, പിന്നെ ജേക്കബ് സൺസ് ഡിസീസ് നമ്മൾ പറയത്തില്ലേ, അപ്പോൾ ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻസ്, ഇതൊക്കെ ഇത് ഉണ്ടാക്കുന്നതാണ്, പ്രയോൺസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വൈറസ് നമ്മൾ കണ്ടു, വൈറോയിഡ്സ് കണ്ടു, പ്രയോൺസ് ഈസ് സിമിലർ ടു ദി വൈറസ്. സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ജേക്കബ് ഡിസീസ് ഒക്കെ ഇത് കാരണമാകും. ലിച്ചൻസ് മുമ്പ് നമ്മൾ ഫഞ്ചൈ ഗ്രൂപ്പിൽ കണ്ടില്ലേ? അപ്പോൾ അത് ആൽഗെ ആൻഡ് ഫഞ്ചൈ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മ്യൂച്വലി ബെനിഫിഷ്യൽ അസോസിയേഷൻ ആണ്, ആൽഗയുടെ കൂടെയും ഫഞ്ചൈൻ്റെ കൂടെയുമാണ്, സിംബയോട്ടിക് ആണ്. അപ്പോൾ ലിച്ചൻസ് ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസിൽ ലിച്ചൻസ് വളരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലിച്ചൻസിനെ കൊണ്ടുപോയി കുറച്ചെടുത്തിടുക, അപ്പോൾ ആ ലിച്ചൻസ് പെട്ടെന്ന് മരിക്കുന്നെങ്കിൽ അവിടെ പൊല്യൂട്ടഡ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ലിച്ചൻസ് വളരുന്നില്ല. അപ്പോൾ ലിച്ചൻസിനെ മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തെ കുറിച്ചാണ് പഠിച്ചത്. ആദ്യം നമ്മളൊരു ഹിസ്റ്റോറിക് രീതിയിൽ അരിസ്റ്റോട്ടിൽ, ലിനസ് പറഞ്ഞതൊക്കെ നമ്മളുടെ ലിനസ് ഒക്കെ പറഞ്ഞത് കണ്ടു. പിന്നെ നമ്മൾ RH വിറ്റേക്കറിലേക്ക് വന്നു. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റി, അനിമേലിയ, ഇവരുടെ എല്ലാ എക്സാമ്പിൾസ് പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചു. ഇതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, എന്താണ് ഈ സാധനങ്ങൾ, ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇദ്ദേഹം ഡിസ്കസ് ചെയ്യാത്ത ചില വിഭാഗങ്ങൾ, വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് അല്ലെ, പ്രയോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന രോഗം നമ്മൾ കണ്ടു, ബോവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, അതുപോലെ തന്നെ നമ്മുടെ ജേക്കബ് സൺസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന അതൊക്കെ എന്താണ്, പ്രയോൺസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ലിച്ചൻസിന് നമുക്ക് എന്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം? ലിച്ചൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ അല്ലെ. ഇറ്റ് കനോട്ട് സർവൈവ് ഇൻ ദി പൊല്യൂട്ടഡ് ഏരിയ. ബിക്കോസ് ഓഫ് ദാറ്റ് വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ആൻ പൊല്യൂട്ടഡ് ഇൻഡിക്കേറ്റർ. ഇനി നമ്മൾ അത് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. Pick the correct statement from the following. Fungi are unicellular. Moneras are eukaryote. Protistans are eukaryotes. Plants and animals are not multicellular. Plants, animals
എന്താണ്? മൾട്ടി സെല്ലുലർ ആണ്, യൂക്കാരിയോട്സ് ആണ്. പ്രോട്ടിസ്റ്റൻസ് യൂക്കാരിയോട്സ് ആണ്. അപ്പൊ ഇത് ശരിയാണ്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൊണീറസ് യൂക്കാരിയോട്ട് ആണോ? അല്ല, പ്രോകാരിയോട്സ് ആണ്. ഫഞ്ചൈ യൂണിസെല്ലുലർ ആണോ? അല്ല, മൾട്ടി സെല്ലുലർ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ആൻസർ കിട്ടുന്നുണ്ടോ? അപ്പൊ ആൻസർ ഓപ്ഷൻ സി അല്ലേ? മൊണീറസ് പ്രോകാരിയോട്സ് ആണ്, പ്ലാന്റ്സ് മൾട്ടി സെല്ലുലർ ആണ്, ഫഞ്ചൈ മൾട്ടി സെല്ലുലർ ആണ്. അടുത്ത ചോദ്യം, ഇൻ വിറ്റേക്കേഴ്സ് 5 kingdom classification യൂകാരിയോട്സ് were assigned to. യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ജീവികളിലാണ് യൂകാരിയോട്സ് നമുക്ക് കാണാൻ പറ്റുന്നത്? 5 kingdomത്തിലും യൂകാരിയോട്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മൊണീറാൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോകാരിയോട്സ് ആയിരുന്നു. പ്രോട്ടിസ്റ്റയോ? അത് യൂകാരിയോട്സ് ആയിരുന്നു. ആണോ? അതെ. അപ്പോൾ മൊണീറ ഇല്ല, പ്രോകാരിയോട്സ്. അനിമേലിയയും പിന്നെ നമ്മുടെ പ്ലാന്റ്സും ഇല്ല. അത് നമുക്ക് ഉറപ്പിക്കാമല്ലോ, യൂകാരിയോട്സ് ആണ് ഇത് രണ്ടുമെന്ന്. പിന്നുള്ള പ്രോട്ടിസ്റ്റ്, പിന്നുള്ള ഫഞ്ച എന്താണ്? ഫഞ്ചയില് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. നോക്കിയേ, നമ്മൾ നോക്കുമ്പോൾ പ്രോകാരിയോട്ട്, യൂകാരിയോട്ട് കണ്ടോ? യൂകാരിയോട്ട്, യൂകാരിയോട്ട്, യൂകാരിയോട്ട് 4 നമ്മൾ യൂകാരിയോട്ട് കാണുന്നുണ്ട്. ഈ മൊണീറ മാത്രമേ ഉള്ളൂ പ്രോകാരിയോട്ട് കാണുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം 4 ഗ്രൂപ്പ്, നമ്മൾ പഠിച്ച 4 ഗ്രൂപ്പ് യൂകാരിയോട്സ് ആണ്. മൊണീറ ഒഴിച്ചുള്ള ബാക്കി 4 ഗ്രൂപ്പ് ആരൊക്കെയാണ്? പ്രോട്ടിസ്റ്റ വരുന്നു, അനിമേലിയ വരുന്നു, പ്ലാന്റേ വരുന്നു, പിന്നെ നമ്മളുടെ ഫഞ്ചേ വരുന്നു. ഇവര് 4 പേരും നമ്മുടെ യൂകാരിയോട്സ് ആണ്. ക്ലിയർ ആണ്? അപ്പൊ 5 kingdom ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് RH വിറ്റേക്കർ ആണ് 1969. അപ്പോൾ കിങ്ഡം മൊണീറ എന്ന് വെച്ചാൽ യൂണിസെല്ലുലർ ആണ്, പ്രോകാരിയോട്ട് ആണ്. അതർ 4 kingdoms പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ ഇവരെല്ലാം യൂകാരിയോട്സ് ഓർഗാനിസംസ് ആണ്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായി ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ 5 kingdom സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഡെവലപ്ഡ് ബൈ RH വിറ്റേക്കർ, members of the kingdom Animalia are heterotrophic, eukaryote and dash. അപ്പൊ ഈ ഒരു കിങ്ഡത്തിലെ ഏതിനെ കുറിച്ചാണ്? അനിമേലിയെ കുറിച്ചാണ്. അനിമേലിയ ഹെട്രോട്രോഫിക് ആണ്, യൂകാരിയോട്ട് ആണ്. ഇത് യൂണിസെല്ലുലർ ആണോ മൾട്ടി സെല്ലുലർ ആണോ? നമ്മളൊക്കെ മൾട്ടി സെല്ലുലർ ആണ് അല്ലെ? നമ്മളൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലർ ആണ്. അപ്പൊ ഇത് മൾട്ടി സെല്ലുലർ ആണ്, മോട്ടൈലാണ്. ചലിക്കാനും കൂടെ പറ്റത്തില്ലേ? മൾട്ടി സെല്ലുലറുമാണ്, മോട്ടൈലുമാണ്. ബോത്ത് എ ആൻഡ് ബി അല്ലേ കറക്റ്റ്? ഡൗട്ട് ഉണ്ടോ? ബോത്ത് എ ആൻഡ് ബി അല്ലേ കറക്റ്റ്? മോട്ടൈൽ കൂടിയല്ലേ? ചലിക്കും എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഇവിടെ എഴുതി വെച്ചേക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തത്. അപ്പോൾ നോക്കിയേ, അനിമൽസിന്റെ അകത്ത് മൾട്ടി സെല്ലുലർ എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. യൂണിസെല്ലുലർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ യൂണിസെല്ലുലർ, ഇവിടെ യൂണിസെല്ലുലർ. മൾട്ടി യൂണി എന്നുണ്ട് ഫഞ്ചൈ. പക്ഷേ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ മൾട്ടി സെല്ലുലർ. there is no other options. Monera is unicellular, Protista is unicellular. There is no other options. But the fungi, that is mixed up. അല്ലെ? മൾട്ടിസെല്ലുലർ ഉണ്ട്, യൂണിസെല്ലുലർ ഉണ്ട്. ദേ ആർ മിക്സ്ഡ് ഗ്രൂപ്പ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് ഒന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് മൊണീറ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്ന എഴുതുക. യൂണിസെല്ലുലർ ആണോ, യൂക്കരിയോട്ട് ആണോ, പ്രോകരിയോട്ട് ആണോ, സെക്ഷൽ ആണോ, അസെക്ഷൽ ആണോ, റീപ്രൊഡക്ഷൻ, ഓട്ടോട്രോപ്പ് ആണോ, ഹെട്രോട്രോപ്പ് ആണോ, പ്രോട്ടിസ്റ്റ് എഴുതുക, ഫഞ്ച് എഴുതുക, അനിമേലി എഴുതുക, പിന്നെ നമ്മുടെ പ്ലാന്റ്. 5 ഗ്രൂപ്പിന്റെയും നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. നിങ്ങൾക്ക് എവിടെയാണോ തെറ്റുന്നത് അതെടുത്ത് വെച്ച് വീണ്ടും വായിക്കുക. അപ്പൊ നിങ്ങൾക്കൊന്ന് സെറ്റ് ആകും. അങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ നമ്മൾ ആ എക്സാമ്പിളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ അനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ ഓർക്കാൻ പറ്റും. പക്ഷെ ഫംഗസ്, മൊണീറ, പ്രോട്ടിസ്റ്റ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ കിട്ടിയാലും പ്രോപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റണം എന്നില്ല. കാരണം അതൊന്നും നമ്മൾ റെഗുലറായി കാണുന്ന ജീവികളല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ മൾട്ടി സെല്ലുലർ ആയിരുന്നു ശരിയായിട്ടുള്ളത്. പക്ഷെ ഇവിടെ മോട്ടൈൽ എന്ന് പറയുന്ന ഒരു സാധനവും ശരിയല്ലേ? അപ്പൊ രണ്ടും ശരിയാണ്. എ ആൻഡ് ബി ശരിയാണ്. RH വിറ്റേക്കർ ആണ് 5 കിങ്ഡം പ്രൊപ്പോസ് ചെയ്തത്. 1969 5 കിങ്ഡംസ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഇവിടെ കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ ഹെട്രോട്രോപ്പ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാമോ? ഇല്ല. നമ്മൾ ആ സസ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അടിച്ചുമാറ്റി തിന്നുകയാണ് അല്ലെ?
ഫോട്ടോസിന്തസിസ് നടത്തുന്ന സസ്യങ്ങളുടെ അടിച്ചുമാറ്റാൻ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇവർ യൂക്കാരിയോട്സ് ആണ്. വ്യക്തമായ ഒരു കോശമുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ സെൽ മെംബ്രെയിൻ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ഒരു മെംബ്രെയിനും ഒക്കെ ഉണ്ട് അല്ലെ. വെൽ ഡെവലപ്ഡ് ഓർഗനലാണ്. ദീസ് ആർ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. മെനി സെൽസ് കാണാം. നമുക്ക് ഒരു സെല്ലാണോ ഉള്ളത്? ഒരുപാട് സെല്ലുകളാൽ നിർമ്മിതമാണ് നമ്മൾ അല്ലെ. ഒറ്റ സെല്ലുകളാണോ നമ്മള്? അല്ല, ഇഷ്ടം പോലെ സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ക്യാൻ പെർഫോം ആക്ടിവിറ്റീസ് ലൈക്ക് ലോക്കോമോഷൻ. നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റത്തില്ലേ? ഏത് അനിമൽസിനെ എടുത്താലും പറ്റത്തില്ലേ? ഇപ്പൊ ഉരകങ്ങൾ, പാമ്പ് ഓടുന്നില്ലേ? ഫ്രോഗ് ഓടുന്നില്ലേ? മുതല ഓടുന്നില്ലേ? അപ്പൊ റെപ്റ്റൈൽസ് ആണെങ്കിലും ആംഫിബിയൻസ് ആണെങ്കിലും നമ്മുടെ അനിമൽസ് ആണെങ്കിലും നമ്മളുടെ മനുഷ്യൻസ് എല്ലാവർക്കും എന്താ ഓടാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ കോശം എന്ന് പറയുമ്പോൾ സെൽസിനെ കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജിയാണ് അല്ലെ. സെൽ ആദ്യമായി കണ്ടെത്തിയതാരാ? റോബർട്ട് ഹുക്കാണ്. ക്ലിയർ ആണ്? നമ്മുടെ മനുഷ്യന്റെ ഈ ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? സെല്ല്. ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഹു പ്രപ്പോസ് ദ 5 kingdom സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓൺ വാട്ട് ബേസിസ്? ആരാ ഈ ഒരു കിങ്ഡം പ്രപ്പോസ് ചെയ്തത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. ഇത്രയും നേരം നമ്മൾ അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ആ ഒരു ഓപ്ഷൻ പോലും ഇല്ലാണ്ട് അദ്ദേഹത്തിന്റെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? 1969 RH വിറ്റേക്കർ ആണ്. ഓക്കെ, വിറ്റേക്കർ അല്ലേ? ഓക്കെ, അപ്പൊ എന്തിന്റെ ബേസിലാണ്? കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബേസ് ആയിട്ട് പറയാൻ അല്ലെ. സെൽ വാൾ ഉണ്ട്, ഓട്ടോട്രോഫ് ആണോ ഹെറ്ററോട്രോഫ് ആണോ എന്നുള്ള രീതിയിലുണ്ട്, മോട്ടൈൽ മോഷൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ ക്ലാസിഫിക്കേഷനിലേക്ക് പോയത്. സെൽ സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചർ, മോഡ് ഓഫ് ഒബ്റ്റൈൻ ന്യൂട്രീഷൻ, എക്കോളജിക്കൽ ലൈഫ് സ്റ്റൈൽ, അതുപോലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോയത്. അപ്പൊ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ. മൊണീറ പ്രോകരിയോട്ട് ആണ്. പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലർ യൂക്കരിയോട്ട് ആണോ? ആണ്. യൂക്കരിയോട്ട് അല്ലേ? അമീബ ആണ്. ഫഞ്ചൈയോ? ഫഞ്ചൈ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ? മഷ്റൂംസ് ഒക്കെയാണ്. പ്ലാന്റ്സ് യൂക്കരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലുലർ. അനിമേലിയയും മൾട്ടി സെല്ലുലർ ആണ്, യൂക്കരിയോട്സ് ആണ്. അപ്പോ നമുക്ക് മഷ്റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് എക്സാമ്പിൾ? ഫംഗസ് ആണ് അല്ലെ. ഇനി അമീബ എന്ന് പറയുമ്പോഴോ? പ്രോട്ടിസ്റ്റയാണ്. ഇനി നിങ്ങൾക്ക് പറയുകയാണ് പ്ലാസ്മോഡിയം യൂഗ്ലീന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എക്സാമ്പിൾ? പ്ലാസ്മോഡിയം യൂഗ്ലീന എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? പ്ലാസ്മോഡിയം, യൂഗ്ലീന, അമീബ ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ആയിരുന്നു. പ്രൊട്ടസ്റ്റ. ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? അമീബ, യൂഗ്ലീന, പാരമീസിയം, ഡയറ്റം, സ്ലൈം മോൾഡ് ഇതെല്ലാം പ്രൊട്ടസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ക്ലിയർ ആണ്? ബാക്ടീരിയ വരുമ്പോഴത്തേക്ക് കിങ്ഡം മൊണീറ ഗ്രൂപ്പാണ്.